ഗൈസ്, നമ്മൾ നിൽക്കുന്നത് കെറി ബോഗ് വില്ലേജിലാണ്. ഇത് നമ്മുടെ റിംഗ് ഓഫ് കെറി റൂട്ടിൽ ഒരു വലിയ മൗണ്ടിന്റെ താഴെയായിട്ട് ഒരു 19th-18th സെഞ്ചുറിയിൽ ഐറിഷ് ലൈഫും ഫാമേഴ്സ് ലൈഫും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു വില്ലേജ് മ്യൂസിയമാണ്. എൻട്രൻസ് ആണിത്. നമുക്ക് സൈഡിൽ ഐറിഷ് വൂൾഫ് ഹോണ്ട് എന്ന് പറഞ്ഞ പട്ടീനെ കാണാം. അതെന്ന് പറഞ്ഞാൽ വേൾഡ്സ് ടോളസ്റ്റ് ഡോഗ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ അത് ആ സൈഡിലുണ്ട്. നമുക്ക് അതിനെ നമ്മൾ കണ്ടിട്ട് അത് ഇത്ര എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അപ്പം നല്ല ഹൈറ്റ് ആയിരുന്നു. എഴുന്നേക്കുന്നില്ല ഗൈസ്. കട്ടഡ് ഡ്വെല്ലിംഗ് എന്ന് പറയും. ഞാൻ മുമ്പേ കാണിച്ചു തന്ന ആ ടർഫിതൊക്കെ കട്ട് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അതിൻ്റെ ടൂൾസ് ഒക്കെയാണിത്. ഈ ടൂൾസ് നമുക്കിനകത്ത് നോക്കാം. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ജീവിച്ചിരുന്നത്. പിള്ളേരെ കുളിപ്പിക്കുന്ന പാത്രങ്ങള് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്ത് 19th യൂസ് ചെയ്ത് എല്ലാ താമസിച്ചുകൊണ്ടിരുന്നൊരു വീടിൻ്റെ ഇത്. ഒരുപാട് ഈശോയുടെ മാതാവിൻ്റെ ഒക്കെ ഫോട്ടോസും പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസും ഒക്കെ ഉണ്ട്. ഇത് ക്ലോത്ത് വാഷ് ബോർഡ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അലക്കല്ല് പോലെ ഇവിടുത്തെ ആൾക്കാർ അലക്കാൻ യൂസ് ചെയ്യുന്ന ബോർഡാണ് ഇത്. ഇതാണ് ഓൾഡ് ഫോർജ് എന്ന് പറയും. ബ്ലാക്ക് സ്മിത്തിന്റെ ഒക്കെ സ്ഥലം. വിൻഡോസ് ഒക്കെ ഉണ്ടാക്കുന്ന ആല ആല പോലത്തെ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഇതിനകത്ത് നമുക്ക് അവരൊരു പ്രതിമയും ഒരാൾ ഉണ്ടാക്കുന്ന പോലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ റൂഫൊക്കെ താച്ച്ഡ് ആണ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ റൂഫുകൾ നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ താച്ച്ഡ് ആണ്. നമ്മുടെ നാട്ടിൽ ഓല മേയുന്ന പോലെ ഇവിടെ ഒരു ടൈപ്പ് പുല്ല് വെച്ചിട്ടാണ് ഇവർ റൂഫ് ഉണ്ടാക്കുന്നത്. ഇതിന് ഇയർലിയും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം അനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഓല മേഞ്ഞ് മാറ്റുന്ന പോലെ ഇതാണ് ഇതിൻ്റെ എല്ലാ റൂഫുകളും അവർ ചെയ്തിരിക്കുന്നത്. സോ അത് വൺ ഓഫ് ദ ഒരു അട്രാക്ഷൻ തന്നെയാണ് അത് ഇവിടുത്തെ. ഒരു ഫാർമറിൻ്റെ ഒരു സ്ഥലം, ഒരു വീട് പോലെ, ചെറിയ വീട് പോലെ സെറ്റപ്പാണ്. അവിടെ ഫാം ഹൗസ് അല്ല, കുറച്ച് പശുക്കളുടെ സ്ഥലവും പിന്നെ എന്താ പറയുക സ്റ്റേബിളുണ്ട്. ലേബറിന്റെ ഒരു വീടാണ്. നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇതിന്റെ ഫ്ലോറൊക്കെ മഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിൻഡോസും വളരെ ചെറുതാണ്. ബിക്കോസ് പണ്ട് അയർലൻഡിലൊരു വിൻഡോസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് വലിയ വിൻഡോസ് ഒരു വീടിനുള്ളത് ലക്ഷറിയുടെ ഭാഗമായിരുന്നു. സോ ഇങ്ങനെ വലിയ വിൻഡോസ് വെക്കണമെങ്കിൽ ടാക്സ് കൊടുക്കണം. അതായത് ഡേ ലൈറ്റ് റോബറി എന്നാണ് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ വിൻഡോസ് നമ്മൾ ആരും അറിയാതെ വെച്ചിരുന്നാല്. സോ അതാണ് ഒരു ചെറിയ താമസക്കാരന്റെ വീട്ടിൽ ചെറിയ ചെറിയ വിൻഡോസും ചെറിയ ഡോറും ആ നിലവും ഒക്കെ ഇങ്ങനെ ഒരു പല ക്ലാസ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട ഓരോ വീടുകൾക്കും ഡിഫറൻസ് ഉള്ളത്. ഇതിൻ്റെ കോട്ടേജ് നമ്മളിപ്പോൾ അവസാനം കണ്ടത്. സോ അത് നമ്മൾ വന്ന വഴിക്ക് ഓരോ ഹൈ ക്ലാസ് കണ്ടു. അതിൻ്റെയൊക്കെ ഫ്ലോറിങ് പോലും ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ വിൻഡോസ് ഡിഫറെൻ്റ് ആയിരുന്നു. ബോഗ് ബോഡീസ് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഒരുപാട് ഡെഡ് ബോഗ് ബോഡീസ് ബാക്ക് ടു ലൈക്ക് ഡേറ്റഡ് ഫ്രം 8000 BC തൊട്ടുള്ള ബോഡീസ് ഇവിടെ വെൽ പ്രിസർവ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിക്കോസ് അത് മോസ്റ്റ് ഓഫ് ദം ഒരു റിച്വൽ അല്ലെങ്കിൽ ഒരു സാക്രിഫൈസിന്റെ പേരിൽ മരിച്ചവരും, അതുപോലെ തന്നെ ഇതിന്റെ ഒരു സോയിൽ അല്ലെങ്കിൽ വാട്ടർ ലെവലിലൊക്കെ ഭയങ്കര ആസിഡിക് കൂൾ ആയതുകൊണ്ട് ബോഡീസ് ഒക്കെ ഭയങ്കര പ്രിസർവ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. ലക്ഷറിയസ് ആയിട്ടുള്ള ആ കാലത്തെ ഒരു വീടിന്റെ സ്ട്രക്ചറാണ്. ബിക്കോസ് നമുക്ക് ഈ വിൻഡോ, ഞാൻ മുമ്പേ പറഞ്ഞ വിൻഡോ ശ്രദ്ധിച്ചറിയാം, വലിയ വിൻഡോസ്, വലിയ ഡോർസ്. ബിക്കോസ് അവർ ഒത്തിരി ടാക്സ് ഒക്കെ കൊടുത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായതുകൊണ്ടാണ്.
അങ്ങനെ ഉള്ളത്. ഇതിനകത്ത് കയറി അറിയാം അവർക്ക് തട്ടൊക്കെ ഉണ്ട്. ഇന്നത്തെ ലക്ഷറീസ് ലൈഫാണ് ഇവർക്ക്. അന്നത്തെ കാലത്ത് ബ്രെഡും ബട്ടറും അല്ലെങ്കിൽ ബേക്കൺസ് അങ്ങനെയുള്ള ലക്ഷറീസ് ഫുഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു ഇവര് ഇങ്ങനെ താമസിച്ചിരുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ മുകളിലെ തട്ടിൽ വരെ ബെഡിട്ട് താമസിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള അങ്ങനത്തെ അതാണ് ഒരു ബിഗ് ലക്ഷറീസ് ഫാമിലിയുടെ കാണിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ബട്ടർ ഒക്കെ വീട്ടിൽ വെക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു ടാക്സ് കൂടുതൽ അടയ്ക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ. 19th സെഞ്ച്വറിയിൽ നശിച്ചു പോയ വില്ലേജിന്റെ കുറച്ച് ബാലൻസുകളാണ് ഈ നമ്മൾ കാണുന്നത്. ഒറിജിനൽ അന്നത്തെ വില്ലേജിന്റെ വീടുകളുടെ ഇതിന്റെ ബിൽഡിങ്സിന്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതൊരു റിയൽ റിമൈനിങ്സ് ആണ്. മെയിൻ പോയിന്റ് ആണ് കെറി ബോഗ് പോണീസ്. അന്നത്തെ കാലം മുതൽ ഇവിടെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് പോണീസ് ആണിത്, അതായത് ഹോഴ്സസ് ആണ്. എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് കയറുമ്പോഴും മ്യൂസിക് അല്ല അതിന് പറ്റിയ സൗണ്ടുകളും എല്ലാം ഒരു എക്സിബിറ്റ് ചെയ്ത് പക്ക നമുക്ക് ആ ഒരു 18th-19th സെഞ്ച്വറിയിലേക്ക് തിരിച്ചു പോയൊരു ഫീല് കിട്ടും. ഹീറ്റ് അല്ലെങ്കിൽ ബോഗ് എന്ന് പറയുന്ന സാധനമാണ് ഈ മേജർ സോഴ്സ് ഓഫ് അയർലൻഡിലെ ഫ്യൂവൽ ഹീറ്റിംഗ് ഹോമിന്. അതായത് നമ്മൾ തടി യൂസ് ചെയ്തതിന് പകരം ഈ പീത്ത് വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഇതാണ് പീത്ത് അല്ലെങ്കിൽ ടർഫ് എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടത് തടിയുടെ ലുക്കിൽ ഇത് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടിനകത്ത് നമുക്ക് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി.